പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം ഫസ്റ്റ് സെമസ്റ്റർ മലയാളം കമ്പ്യൂട്ടിംഗ് പേപ്പറിൻ്റെ 3ാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത്. വിവിധ തരം ഫോണ്ടുകളെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ വരവോടെ പ്രചാരത്തിലെത്തിയ ഡിജിറ്റൽ ഫോണ്ടുകളുടെ ചരിത്രവും സ്വഭാവവും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മലയാളം ഫോണ്ടുകളുടെ മാതൃകകളും അച്ചടിയിലെയും ഡിജിറ്റൽ പ്രതലത്തിലെയും പ്രയോഗവും പരിചയിക്കേണ്ടത് മലയാളം കമ്പ്യൂട്ടിംഗ് പഠനത്തിൻ്റെ സമഗ്രതയ്ക്ക് ആവശ്യമാണ്. ഇന്ന് 100 കണക്കിന് മലയാളം ഫോണ്ടുകൾ പ്രചാരത്തിലുണ്ട്. മലയാളം ഫോണ്ടുകൾ അച്ചടിക്കാവുന്നതും ഡിജിറ്റൽ പ്രതലത്തിൽ ഉപയോഗിക്കാവുന്നതുമായ പ്രത്യേക ശൈലിയിലും വലിപ്പത്തിലും രൂപത്തിലുമുള്ള ലിപി മാതൃകകളാണ് ഫോണ്ട് എന്നറിയപ്പെടുന്നത്. അച്ചടിക്കാവുന്നതും ഡിജിറ്റൽ പ്രതലത്തിൽ ഉപയോഗിക്കാവുന്നതുമായ പ്രത്യേക ശൈലിയിലും വലിപ്പത്തിലും രൂപത്തിലുമുള്ള ലിപി മാതൃകകളെയാണ് ഫോണ്ട് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ ഭാഷാ വ്യവഹാരത്തിനായിട്ടാണ് ഡിജിറ്റൽ ഫോണ്ടുകൾ നിർമ്മിച്ചു തുടങ്ങിയത്. 1970 ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്നതിനായി പരിഷ്കരിച്ച ലിപികളാണ് ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടറിലും ഉപയോഗിച്ചത്. മലയാളം അച്ചടിയിലും DTPയിലും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഫോണ്ടുകളാണ് രേവതി, കാർത്തിക എന്നിവ. ഇവ CDAC ആണ് തയ്യാറാക്കിയത്. ഇസ്കി എൻകോഡിംഗ് ആധാരമായിട്ടുള്ള ഫോണ്ടുകളായിരുന്നു ഇവ. 2002 അജയ്ലാൽ നിർമ്മിച്ച തൂലികയാണ് മലയാളത്തിലെ ആദ്യത്തെ യൂണിക്കോഡ് ഫോണ്ട്. മലയാളത്തിലെ സമഗ്ര ലിപി സഞ്ചയം ഉണ്ടായിരുന്നില്ല. ബെഞ്ചമിൻ ബെയ്ലി മലയാളം അച്ചടിക്കായി രൂപപ്പെടുത്തിയ എല്ലാ കൂട്ടക്ഷര ലിപികളും ലഭ്യമായ ആദ്യത്തെ മലയാള ഫോണ്ടാണ് രചന. രചന അക്ഷരവേദി എന്ന സന്നദ്ധ സംഘത്തിന് കീഴിൽ KH ഹുസൈനാണ് ഈ ഫോണ്ട് നിർമ്മിച്ചത്. മലയാള തനിമ, രചന അക്ഷരവേദി, സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്നീ സന്നദ്ധ സംഘങ്ങൾ നിരവധി വിവിധോദ്ദേശ ഫോണ്ടുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ജലി ഓൾഡ് ലിപി, കറുമ്പി, ദ്യുതി, മഞ്ചരി, ചിലങ്ക, നുപുരം, രഘു മലയാളം, ഉറുബ്, കേരളീയം, മീര, രചന, ഗായത്രി, സുറുമ, നോട്ടോ സാൻസ് മലയാളം, നോട്ടോ സെരിഫ് മലയാളം, RIT രചന, പന്മന, എഴുത്ത്, സുന്ദർ, TN ജോയ്, കരുണ തുടങ്ങിയവ ഓപ്പൺ ടൈപ്പ് വിഭാഗത്തിലുള്ള മലയാളം ഫോണ്ടുകളാണ്. യൂണിക്കോഡ് ഫോണ്ടുകൾ പ്രചാരത്തിലെത്തി 2 പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഇന്നും നോൺ യൂണിക്കോഡ് ഫോണ്ടുകൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. യൂണിക്കോഡ്, നോൺ യൂണിക്കോഡ് ഫോണ്ടുകളെ കൺവേർഷന് സഹായകമായ ഒരു മലയാളം ടെക്സ്റ്റ് എഡിറ്ററാണ് ടൈപ്പിറ്റ്. പയൻസ് മറ്റൊരു യൂണിക്കോഡ് കൺവെർട്ടറാണ്. യൂണിക്കോഡ് ഫോണ്ടുകൾ പ്രാദേശിക ഭാഷകളിലെ വിവര വ്യവസ്ഥാ നിർമ്മാണം സാധ്യമായത് യൂണിക്കോഡിലൂടെയാണ്. യൂണിക്കോഡിൽ ലിപികൾക്ക് സ്ഥിരവും വ്യതിരിക്തവുമായ കോഡ് പോയിൻ്റ് ലഭിച്ചു. 1993 മലയാളം ലിപി യൂണിക്കോഡിലേക്ക് മാറുന്നത്. നിലവിലുണ്ടായിരുന്ന ഇസ്കി എൻകോഡിംഗ് ആണ് യൂണിക്കോഡിലേക്ക് മാറിയത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് രചന അക്ഷരവേദിയായിരുന്നു. ആദ്യകാല യൂണിക്കോഡ് ഫോണ്ടുകളായിരുന്നു രചന, മീര എന്നിവ. യൂണിക്കോഡിൽ മലയാള ലിപികളെ സ്വതന്ത്ര ലിപികളായി കമ്പ്യൂട്ടർ വിനിമയം ചെയ്യുന്നു. യൂണിക്കോഡിൽ 3328 മുതൽ 3455 വരെയുള്ള ഇടമാണ് മലയാള ലിപികൾക്കായി മാറ്റി വെച്ചിട്ടുള്ളത്. 2002 പുറത്തുവന്ന അജയ്ലാലിൻ്റെ തൂലികയിലൂടെയാണ് യൂണിക്കോഡ് യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. 2003 മൈക്രോസോഫ്റ്റ് വിൻഡോസ് XP സർവീസ് പാക്കിൽ മലയാളം ഉൾപ്പെടുത്തിയതോടെ കമ്പ്യൂട്ടറിൽ മലയാളത്തിൻ്റെ ഉപയോഗം വ്യാപകമായി. യൂണിക്കോഡ് എൻകോഡിംഗ് ആരംഭിച്ചതോടെ മലയാളത്തിലെ എല്ലാ ലിപിരൂപങ്ങളും കമ്പ്യൂട്ടറിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. നിലവിൽ
മലയാളത്തിൽ ഏറ്റവും അധികം കൂട്ടക്ഷര ലിപികൾ ലഭ്യമായ ഫോണ്ടാണ് രചന. രചന അക്ഷരവേദിയാണ് മലയാള അച്ചടിയിലും എഴുത്തിലും നിലനിന്നിരുന്ന എല്ലാ കൂട്ടക്ഷര ലിപികളും യൂണിക്കോഡിൽ ലഭ്യമാക്കുന്നതിനുള്ള അടിത്തറ ഒരുക്കിയത്. മലയാളത്തിൽ വിവിധ വിവരവിനിമയ പ്രക്രിയകൾക്കും ഭാഷാ സംസ്കരണ ഉൽപാദക പ്രക്രിയകൾക്കുമായുള്ള സോഫ്റ്റ്വെയറുകളും പ്രോഗ്രാമുകളും വ്യാപകമാക്കുന്നതിന് യൂണിക്കോഡാണ് കളമൊരുക്കിയത്. ചില്ലക്ഷര ലിപികളുടെ എൻകോഡിങ്ങുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരുന്നു. കൂട്ടക്ഷര ലിപികൾക്ക് കോഡ് പോയിന്റ് നൽകുകയില്ല. 2007 വരെ മലയാളത്തിലെ അടിസ്ഥാന അക്ഷരമാലയിലെ ലിപികൾക്ക് മാത്രമാണ് കോഡ് പോയിന്റ് നൽകിയിരുന്നത്. പി. ഗോവിന്ദപിള്ള ചെയർമാനായ ക്യാരക്ടർ എൻകോഡിംഗ് ആൻഡ് കീബോർഡ് സ്റ്റാൻഡേർഡൈസേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2008 യൂണിക്കോഡ് 5.1 സ്റ്റാൻഡേർഡിൽ ചില്ലക്ഷര ലിപികൾ അടിസ്ഥാന ലിപികളായി പരിഗണിച്ച് എൻകോഡ് ചെയ്യാൻ യൂണിക്കോഡ് കൺസോർഷ്യം തീരുമാനിച്ചു. ഇപ്രകാരം കോഡ് പോയിന്റുകൾ ലഭിച്ച ചില്ലുകളാണ് ആറ്റോമിക് ചില്ലുകൾ അഥവാ ആണവ ചില്ലുകൾ എന്ന് അറിയപ്പെടുന്നത്. സീറോ ബിറ്റ് ജോയിൻ്റർ എന്ന കൺട്രോൾ കീ ഉപയോഗിക്കാതെ കമ്പ്യൂട്ടർ കീബോർഡിലെ ഒരൊറ്റ കീ ഉപയോഗിച്ച് ചില്ലക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാമെന്നതായിരുന്നു ഇതിൻ്റെ ഗുണം. മലയാളം ചില്ലക്ഷര ലിപികൾ 2 വിധത്തിൽ ടൈപ്പ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ചില്ലക്ഷരങ്ങളും അവയുടെ അടിസ്ഥാന അക്ഷരങ്ങളും തമ്മിലുള്ള സ്വാഭാവിക ബന്ധം നഷ്ടമാക്കുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഭാഷയിലെ ഒരു ലിപി 2 വിധത്തിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കാവുന്ന സ്ഥിതിവിശേഷം ഏകീകൃത കോഡ് വ്യവസ്ഥയെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. മലയാളം അച്ചടിയുടെ പ്രശ്നങ്ങൾക്ക് യൂണിക്കോഡ് ഫോണ്ടിലൂടെ ഒരു വിധത്തിലുള്ള പരിഹാരങ്ങളുണ്ടായി. പഴയ ലിപിയിലും പുതിയ ലിപിയിലുമായി ഫോണ്ടുകൾ നിർമ്മിക്കപ്പെട്ടു. മലയാളത്തിൽ ഇമെയിലുകളും വെബ് പേജുകളും തയ്യാറാക്കാൻ സാധിച്ചു. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന പുതിയ വ്യവഹാര മേഖലയിലേക്കുള്ള വളർച്ച ഉണ്ടായി. പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. മലയാളത്തിലെ ആദ്യത്തെ യൂണിക്കോഡ് ഫോണ്ടായിരുന്നു തൂലിക. സമഗ്ര ലിപി സഞ്ചയം ഉൾക്കൊള്ളുന്ന ആദ്യ യൂണിക്കോഡ് ഫോണ്ടാണ് രചന. സമഗ്ര ലിപി സഞ്ചയം ഉൾക്കൊള്ളുന്ന ആദ്യ യൂണിക്കോഡ് ഫോണ്ടായിരുന്നു രചന. മലയാള ലിപി എഴുതി പഠിപ്പിക്കാവുന്ന ഫോണ്ടായിരുന്നു നുപുരം. മലയാള ലിപി എഴുതി പഠിപ്പിക്കാവുന്ന ഫോണ്ടാണ് നുപുരം. പയൻസ് ആണ് യൂണിക്കോഡ് കൺവെർട്ടർ. യൂണിക്കോഡ് 3 പതിപ്പിൽ മലയാളം കോഡ് പേജ്. യൂണിക്കോഡ് 5.1 പതിപ്പിൽ ആണവ ചില്ലുകൾ. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.